അയ്യോ, ഗുഡ് മോർണിംഗ് സാർ. ആ കേട്ടില്ല. താനകത്ത് കട്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ബാഗിലേക്ക് വെക്കും. ശരി സാർ. താൻ കഴിച്ചായിരുന്നോ? ഇഡ്ഡലി അല്ലേ? അല്ല, അപ്പം. ഓ, താനേ പുറത്ത് കഴിച്ചാൽ മതി. ഇഡലി അപ്പം കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ. ഇനി പക്ഷെ അതിൻ്റെ പേര് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ കഴിക്കുള്ളൂ. കുറ്റം പറയാൻ പറ്റില്ല. ഹലോ. ആ ഏട്ടാ, ആ നീ എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ രാത്രി എത്തി. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൊടുക്കാം. മോനെ, നീ തിരിച്ചോ? ഇല്ലമ്മേ, ഇന്ന് രാത്രി എത്തും. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക്? 11 മണി കഴിഞ്ഞ് പോവും. അവളെ എണീറ്റിട്ടില്ല. നിന്നെ കാണാത്ത വിഷമം ഉണ്ടാവക്ക്. പണി പോലീസിലല്ലേ അമ്മേ? കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടല്ലോ. സുജി എണീക്കുമ്പോൾ ഞാൻ വിളിക്കാം മോനെ. ശരിയമ്മേ. ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തോ? ആ, അതൊക്കെ എടുത്തു മോനെ. ശരിയപ്പോ. ചുളുങ്ങി കിടന്നെന്നും പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറണ്ട. വല്ലപ്പോഴും ആ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചൂടെ? എന്നാത്തിനാ സാറേ? നമുക്ക് പുതിയ വണ്ടി കിട്ടിയില്ലേ? കുറേ നാൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ചുമക്കാൻ. സാറേ, അത് ടെൻഡറായി. അടുത്ത ആഴ്ച പൊളിക്കാൻ കൊണ്ടുവന്നാ പറയും സാർ പറഞ്ഞേ. ഞാൻ നാട്ടിൽ പോകുമ്പോഴെങ്ങാനും ആണ് അവർ വണ്ടി കൊണ്ടുപോകുന്നതെങ്കിൽ താക്കോല് മേശക്കകത്ത് വെച്ചോളൂ. എടുത്തോട്ടെ സാർ, കൊടുത്തേക്കാം. സാറേ, എവിടെ നടത്തണമെന്ന് പറഞ്ഞേ? അങ്ങോട്ട് നിർത്തിക്കോ. ആ, പോരാ. ശരി സാർ. ഗിഫ്റ്റ് കൊടുക്കാനാണോ സർ? അല്ല, വീട്ടിലേക്ക്. ഈ ജനിച്ച കുട്ടികൾക്കുള്ള എന്തെങ്കിലും. ബേബി സെറ്റ് മതിയോ? ആ, ബോയ് ആണോ ഗേൾ ആണോ? രണ്ടും എടുത്തോ. ട്വിൻസ് ആണല്ലേ? അറിയില്ല, നാളെയാ ഡെലിവറി. സാറേ, പിള്ളേരുണ്ടാവണേക്കുമ്പോൾ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങി വെക്കരുന്ന കാരണന്മാർ പറയാറ്. ഓ, അതിന് നമ്മുടെ പോലീസുകാരെ പിള്ളേരൊന്നും പെടത്തില്ലോ. താൻ വണ്ടി എടുക്കും. രാവിലെ തന്നെ എന്തോ കുരിശുമായിട്ടാണല്ലോ. ഇയാൾ സ്ഥിരം വന്നിതൊരു കുരിശുപള്ളി ആക്കുമെന്ന് എൻ്റെ പേടി. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ മാഷെ? ഒരു ഒളിച്ചോട്ട കേസാ. എനിക്കറിയാവുന്നൊരു ഫാമിലിയാ. 5-6 വോട്ടുള്ളതാ. സാറും സെറ്റിൽ ചെയ്ത് തരണം. ഈ ഫാമിലി കുറച്ചിടങ്ങേറാ. അത് പിന്നെ ഇടങ്ങേറാക്കാതിരിക്കും മാഷെ. ഒരു 10 മിനിറ്റ് ഇപ്പോൾ വിളിക്കും. പിന്നെ സാറിൻ്റെ മൂഡ് മോശമാണോ? നല്ല മൂടാ. ഭാര്യനെ ഡെലിവറിക്ക് വരുമ്പോൾ ഒരു ഭർത്താവിന് നല്ല മൂടായിരിക്കും. സാർ, ഇവിടേക്ക് ഒന്ന് അടിച്ചു വരിയിടാൻ പറ വർഗീസ്. ആരെങ്കിലും കയറി വന്നാൽ തന്നെ പേടിച്ച് ഓടുമല്ലോ. ശരി സാർ. തന്നെ പുറത്തേക്ക് കയറി വിളിക്കും. ഓക്കെ സാർ. വർഗീസേ, സാർ, തന്നെ പിള്ളേരെയും വീട്ടുകാരെയും കൊണ്ട് വിളിക്കും. സാർ. പിന്നെ മഹേഷിനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറ്റി വിടണം. പിന്നെ അകത്തിട്ട് നലമ്പാവും. ആ പറയാം സാർ. സർ, ആ സേതു ഏട്ടാ, ഇപ്പഴാ എഴുന്നേറ്റ്. ഏട്ടൻ എപ്പോഴാ എത്തുക? CI ഓഫീസിൽ പോയി സൈൻ വാങ്ങിച്ചിട്ട് വൈകിട്ട് തിരിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ, കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവും. ഞാനെത്താം. വാ, കയറി ചെല്ലേ. ഞാൻ വിളിക്കാം സുജയ്. സാറേ നമസ്കാരം. ഇരിക്കും. സാറേ, ഇതാ പെണ്ണിൻ്റെ അച്ഛൻ. ഇത് ചെറുക്കൻ്റെ. മഹേഷേ, എന്താണ് വീട്ടുകാരുടെ തീരുമാനം? സാറേ, പിള്ളേരാണ് ഒരു മേജറാ. പിന്നെ വീട്ടുകാരെ തല്ലു മേടിച്ചാൽ ഈ കൊച്ചുമറ്റോട് ഇറങ്ങി വന്നത്.
അവൻ കെട്ടാൻ തയ്യാറാ. ഇവർ സഹകരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നടത്താം. അതല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ്. ചേട്ടൻ എന്ത് പറയുന്നു? സാറേ, ഞാൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അതിൻ്റേതായ കുറച്ച് മോശടത്തരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവളെയും താഴത്തോളെയും ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയിട്ടുള്ളത്. ഇവളെ ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ചേട്ടാ ഇവര് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് സമ്മതിക്കൂല സാറേ. ബിനു സാർ അവരെ അങ്ങോട്ട് ഇരുത്തിക്കേ. ചേച്ചി കൊക്കിനെ കാണുമ്പോൾ പിന്നെ കൊല്ല അവിടെ പോയിരിക്കേ. അവിടെ പോയിരിക്കേ ചേച്ചി. ഈ സമയത്താണ് കൊക്കിനെ കൊല്ലുന്നത്. ചേട്ടാ പിള്ളേരെ പ്രായത്തിൻ്റെ വിവരക്കേട് കൊണ്ട് കാണിക്കുന്നത്. നിങ്ങൾ വീട്ടുകാരെന്തെങ്കിലും തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ കോടതിയൊക്കെ കയറി ഇറങ്ങി ആകെ നാണക്കേടാവും. സമ്മതിക്കല്ലേ ചേച്ചി, ഒരു കാരണവശാലും സമ്മതിക്കരുത്. തൻ്റെ പേരെന്താ? അഞ്ജു. തൻ്റെയോ? ഹരീഷ്ണൻ. താൻ പഠിക്കുവാണോ? ഫാഷൻ ഡിസൈനറാ. നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമൊക്കെ എടുക്കാം. അതൊന്നും ആരും തടയത്തില്ല. പക്ഷെ വീട്ടുകാരുടെ കൂടെ കാര്യം നോക്കിയിട്ട് വേണം ആ തീരുമാനം. അവൾ പഠിക്കൂല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് പോരേ കല്യാണം? പറ്റത്തില്ല സാറേ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതെന്താണ് നിനക്ക് വൈകിട്ടുണ്ടോ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാനായിട്ട്? ചേച്ചി അവിടെ ഇരുന്നേ. അവിടെ ഇരിക്കേ. അവിടെ പോയിരിക്കേ. ചേട്ടാ കൂടെ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കും. ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാനില്ല. മോളെ ഇത് ഈ പ്രായത്തിൻ്റെ തൽക്കാലം അച്ഛനൊപ്പം ചെല്ല്. പഠിത്തമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. പറ്റില്ല സാർ, ഞങ്ങളുടെ കല്യാണം ഉടനെ എന്നെ നടത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ പോവാം. പിന്നെ എന്നെ തല്ലാനും പാടില്ല. നിന്നെ തല്ലുവല്ലടി, കൊല്ലും ഞാൻ. അതെ, ഭീഷണിക്ക് അങ്ങ് പുറത്ത്. മഹേഷേ, കോടതിയിൽ ഹാജരാക്കും. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. ശരി സാർ. ഫാഷൻ ഡിസൈനർ നന്നായി വരും. പെൺകുട്ടിയുടെ വീട്ടുകാരല്ലേ പരാതി സംസാരിച്ച് തീരുമാനം അല്ലെങ്കിൽ കേസ് എടുത്ത് രണ്ടുപേരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം. ഓക്കെ സാർ. വെറുതെ നമ്മൾ പുലിവാല പിടിക്കണം. ശരി സാർ. ഞാനൊന്ന് സി കണ്ടു. ഓക്കെ. കണ്ട പോലീസും കൈയൊഴിഞ്ഞു. സാറേ എന്ത് വേണം? ഈ PCC റെഡിയാക്കാനായിട്ട് ഫോം ഫിൽ ചെയ്ത് അകത്ത് കൊടുത്തിട്ട് നാളെ വന്നാൽ മതി. ശരി സാർ. സാറേ, കോടതി എത്തിക്കാതെ ഒന്ന് സെറ്റിലാക്കിക്കൂടെ? കോടതി കയറണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ലല്ലോ. ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കി. 18 വർഷം വളർത്തി തന്തയും തള്ളം കളഞ്ഞിട്ട് ഇന്നലെ കണ്ടൊരുത്തോടെ ഇറങ്ങിപ്പോകും. ഇതെങ്ങാനും പെരുവഴിയിലായാലും നാളെ അവരെ ഒന്ന് നോക്കണ്ടേ? അല്ല, അത് ശരിയാ. നമുക്ക് മക്കളൊക്കെ ഉള്ള. എനിക്ക് മക്കളൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം അയാളുടെ ഉള്ളിലെ വിഷമം. കോടതിയിൽ നിന്ന് എന്ത് വേണേ അയക്കും. ആ പിന്നെ ഇമ്മാരി കേസിൻ്റെ വക്കാലത്തുമായിട്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരി സാർ. ASI വർഗീസിനെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ശരി.
ഹലോ വേദന കൂടി ആശുപത്രി കൊണ്ടുവന്നു. ദേ തിയേറ്ററിൽ കയറ്റുവാ. ഞാൻ ഉടനെ വരാമേ. പോലീസാണ്, അതൊക്കെ ചെയ്തോളൂ. പിടിച്ചേരണോ? ഏയ് വേണ്ട. നമസ്കാരം സാറേ. സാറേ കാര്യമായിട്ട് എന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല. ആ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ. ഇവിടെ മൊബൈലിന് റേഞ്ച് ഒന്നുമില്ലേ? ഓ കുറവാ സാറേ. സോളമനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? എല്ലായിടത്തും ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓ വരുന്നതിന് മുമ്പ് ഒന്ന് വിവരം അറിയിക്കായിരുന്നു. ഛേ, ഇവിടെ പോയി തപ്പിയ കേട്ടോ. ആഹാ അച്ചായൻ വന്നല്ലോ. എന്നതാടാ ഇതിന് നേരവും കാലമൊന്നും ഇല്ലേ? ഓ ഈ തോട്ടത്തിൽ പിന്നെ എന്നെ എടുക്കാനാ ചായ? ചീട്ട് കളി, കള്ളുകൂടി, ഉറക്കം, അല്ലാണ്ടത്. ഇതെവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. എണീക്കടാ. നടക്കടാ. അപ്പോൾ ലോക്കലിൽ സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ആ സാറേ, ആളെ കിട്ടി. ഓക്കെ ഓക്കെ, എത്തിയിട്ട് വിളിക്കും. ഓക്കെ സാർ. വാടാ കേറിക്കേ. ഹലോ. ആ ഏട്ടാ, ചേച്ചിക്ക് സിസേറിയൻ വേണ്ടി വരുമെന്നാ പറയുന്നത്. അല്ല, വേദന വന്നെന്നല്ലേ അമ്മ പറഞ്ഞത്? എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അർജന്റായിട്ട് 3 കുപ്പി ബ്ലഡ് വേണം. ഞാൻ അതിനായിട്ട് നടക്കുവോ? കേട്ടിരിങ്ങ് വേഗം വാ, ചേച്ചി കാണണമെന്ന് വാശി പിടിക്കുവോ? എടാ, ഞാനൊരു കേസിന്റെ ആവശ്യമായിട്ട് കൊള്ളിമല വരെ വന്നാ. ലേറ്റായി. അമ്മയാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഡേ, ഡോക്ടർക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. ആ സേതു, ആ. കുഞ്ഞിന്റെ പൊസിഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാത്തിലും വലുത് ദൈവമല്ലേ സേതു? ധൈര്യമായിട്ടിരിക്കെ, ഞാൻ വിളിക്കാം.
ഇങ്ങോട്ട് കേറാം കേറ് സോളമാ പിടിച്ച് കേറണം അവനെ. നീ ആ എസ്റ്റേറ്റിനകത്ത് തല്ലുണ്ടാക്കാൻ പോയതിനാ? ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ചത്തേനെ നീ. ചാവാനല്ല, കൊല്ലാൻ പോയതാ. കഴിഞ്ഞ 4 വർഷം കാത്തിരുന്ന് കിട്ടിയ പരവള സാറേ. ഇത് വിട്ട എനിക്കൊരു അവസരമില്ല. സ്വാമി സാറേ, ആ താക്കോൽ ഇങ്ങെടുത്തേ. എന്തുപറ്റി? ഇങ്ങെടുക്ക്. ആ ഒരവസരം കിട്ടിയാറല്ലേ നീ ചാടൂ. ഒരു ജീവപര്യന്തം കിട്ടിയത് നിനക്ക് മതിയായില്ലല്ലേ? ഇവനൊക്കെ പരോൾ കൊടുത്തവനെ വേണം ആദ്യം തന്നെ. സോളമ, നിങ്ങൾക്കറിയോ അവന്? അറിയാം സാറേ. ഇവൻ ആരെ കൊന്നിട്ട് പോയത്? സാറേ, നിങ്ങൾക്ക് അവനൊരു കൊലപാതകമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അവൻ ഞങ്ങളുടെ സ്വന്തം സോളമന സാറേ. പത്ത് 35 വർഷം മുമ്പ് പട്ടുമലയിലൊരു ഉരുൾപൊട്ടലുണ്ടായി. 47 പേരാണ് അന്ന് മണ്ണിനടി പോയത്. അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു 6 വയസ്സുകാരൻ പയ്യൻ മാത്രമാണ് സാറേ. അവനാ സാറേ ഈ സോളമൻ. ഈ നാട് മുഴുവനും അവനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവനിഷ്ടപ്പെട്ട വേറൊരാളുണ്ടായി, അവൻ്റെ പെണ്ണ്. നിർത്തിക്കും, അല്ലെങ്കിൽ തുഴയേണ്ടി വരും. തിരിച്ചിട്ടോ. ഇട വണ്ടി തിരിച്ചിട. ചേച്ചി എന്തായി? സോളമേട്ടൻ അക്കരെ എത്തി. അപ്പൊ നീ പോവാൻ തീരുമാനിച്ചോ? അച്ഛനും കൊച്ചനും ഒക്കെ അവിടെ നിൽക്കണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും നന്നായി പഠിക്കണേ. ഒരു വീട്ടിലെ ഒരു ഒളിച്ചോട്ടം മതി. അച്ഛനമ്മയൊക്കെ പറയുന്ന കേട്ട് ഒരു പറയുന്ന ചെക്കനെ കേട്ട് സുഖമായിട്ട് ജീവിക്കണേ. നീ വേണമെങ്കിൽ എൻ്റെ സ്വത്തൊക്കെ എടുത്തോ. ഓ അല്ലേ ചേച്ചിമാരെണ്ണം മൊത്തം അനിയത്തിമാർക്ക് പണി കിട്ടുന്നു. വാ പോ. വാ. ഞാനും വരണോ? ഒളിച്ചോടി പോകുമ്പോ അച്ഛനെ കൂട്ടി പോകാൻ പറ്റുമോ? ആവേ എടി, നീ വന്നില്ലെങ്കിൽ അച്ഛൻ വേറെ ആരെങ്കിലും എൻ്റെ കൂടെ വിടും. എൻ്റെ ഒളിച്ചോട്ടം നീ ആയിട്ട് കൊളാക്കരുത് പ്ലീസ്. ചേച്ചി ആരെങ്കിലും കാണും. നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പോയി തൊഴുത്തിട്ട് വാ. എന്താ ഇത്? അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് ഇനി സമയമുണ്ടല്ലോ. ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല, മാതാപിതാ ഗുരുദേവൻ എന്നാണല്ലോ. ചെല്ലട്ടമ്മേ. അതെ, കറക്കം തിരിഞ്ഞിരിക്കാതെ വേഗം വന്നേക്കണേ. അമ്പലത്തിലേക്ക്. പിന്നെ ആ വിളക്കിലൊക്കെ തിരിയിട്ടോണേ. ഞങ്ങളൊന്ന് അമ്പലം വരെ. ഞാനും കൂടി വരാ. അയ്യോ, അത് പ്രശ്നവും. എന്ത് പ്രശ്നം? 1 മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട, അവനും കൂടെ. ഇന്ന് നിന്റെ കല്യാണം കൂടിയാണ്. അച്ഛ, കൊച്ചച്ഛനെ ഇനി കുളിച്ചിട്ടൊക്കെ വരാൻ സമയം എടുക്കില്ലേ? ഇല്ലല്ല, ഒരു കാക്കക്കുളിയാ ഇപ്പൊ തന്നെ വരും. അതൊന്നും വേണ്ട, കൊച്ചു പോയിട്ട് വാ. മുഹൂർത്തം തെറ്റുന്നേ. എന്നാ നീ പൊക്കോ, സൂക്ഷിച്ചു പോണം. അപ്പൊ ഞാൻ കുളിക്കണ്ടല്ലോ. കല്യാണമൊക്കെ അല്ലേടാ, ഒന്ന് കുളിച്ചേക്ക്. അവിടെ എന്നടി കാശൊക്കെ എടുത്തോ? ദൈവത്താണ് ചില്ലി കാശ് എടുത്തിട്ടില്ല അച്ഛാ. പിന്നെ അർച്ചന എങ്ങനെ നടത്തും? പൈസ നീ എടുത്തില്ലേ? ഇല്ലെന്ന്. ഇതാ പൂജാരിക്കും കൊടുത്തേക്ക്.
വരും. അനിയത്തിയും വരുന്നുണ്ടോ? നീ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. ആരുമില്ലെന്നേ. പോട്ടെ മോളെ. കേറിക്കച്ചേ. ഹലോ ആ ചേട്ടാ ആരോമ്പൊക്കെ ഇക്കലുണ്ട്. എടാ ഈ കാക്ക കാഷ്ടം ശരിക്കും ഉടച്ചോളാം. അല്ലെങ്കിൽ നാളെ ഒരേ ഇലയിൽ 2 പച്ചടി കളമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെക്കിട്ട് ആൾക്കാർ കയറും. തുടച്ചോ, ശരിക്കും തുടച്ചോ. എപ്പോ ആളെ വിടാം. അക്കരയ്ക്ക് ഹാരം ഒക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ട്. നീ പോയി വാങ്ങിച്ചോണ്ടോ. ചേട്ടനെ കസേര ഓടിച്ചിട്ട് ഇതാക്കണ്ട, എന്റെ കൈയിന്റെ കുഴ തെറ്റിയിരിക്കണ്. ചേട്ടനോട് വാ, വെള്ളം തുടഞ്ഞോണ്ടേ. ചേട്ടനോട് വാ. അപ്പൊ ശരി ചേച്ചി, ഇനി വിളിക്കാനൊന്നും നിൽക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. പോയിട്ട് വായോ. ശരി. വണ്ടി എടുക്കണം. അയ്യോ അച്ഛനും കൊച്ചച്ഛനും ഞാൻ പോവാണേ. ചേട്ടാ വേഗം വണ്ടി എടുത്തോ. വണ്ടി എടുക്കടാ. സ്റ്റാർട്ട് ആവുന്നില്ല. എന്റെ മാതാവ് സ്റ്റാർട്ട് ആവുന്നില്ല. അച്ഛനും വരുന്ന വണ്ടി എടുക്കാന്ന് നടന്നു പോയാ മതിയായിരുന്നു. ചക്കൻ വെളുപ്പിനെത്തിയ ഇതുപോലൊരു കാർ അവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നാ പറ്റി? അത് എന്നോടാണ് ചോദിക്കുന്നത്. കുതിര പോലെ ഓടി വണ്ടിയല്ലേ. എടാ കുതിരയുടെ പ്രായമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ആള് വരുന്നുണ്ട്. ഇറങ്ങി ഓടി അലുമ്പാക്കല്ലേ പോലെ. അതെ ഞാൻ ഇറങ്ങി വരില്ല. വരരുത്. കുറച്ച് സമയം മിണ്ടാതെ കിടക്ക. ഞാൻ ഇതൊന്നും മൂടുകയാണേ. നമ്മളെ വീണല്ലോ. എന്താ സംഭവം? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? എന്താണെന്നറിയത്തില്ല. അല്ല, കാണാൻ നല്ല ലുക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ല, ഉള്ളിൽ ചതി നമുക്ക് പിടിയിട്ടൂല പെട്ടെന്ന്. ഒന്നില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഫീസ് പോയതായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വഴി കിടക്കില്ല ഇങ്ങനെ. ഇതെന്താ അത് ചേട്ടൻ്റെ അവളുടെ കല്യാണമാണ്. ഇതാ വീട് കണ്ട, അവിടെ വെച്ചാണ് കല്യാണം. പിന്നെ നല്ല പയ്യനാണ് കേട്ടോ. ചേട്ടൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവളെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. മോനകത്തേറി കൂടാ, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഞങ്ങൾ പിടിച്ചേരാ. ചെല്ലേ ചേട്ടൻ നേട്ടാ മോനും കേറിക്കോ. കേറിക്കോന്ന്, ഇത് ഞങ്ങളെ പിടിച്ചോട്ടാ. ആക്സിലേറ്റർ കൊടുത്തോടാ, വെച്ചോനെ കൈ വെച്ച് കാലെടുത്തോ. ആ നമ്മ കൂടിയിട്ടാണ് വാഴക്കൊല്ലേണ. അതൊന്നും വേണ്ട, ഇരിക്കട്ടെ, നന്നായി വരട്ടെ. എന്താ കാണിക്കണത്? ശരി എന്നാ. എന്തായാലും പയ്യനല്ലേ, നമ്മുടെ ഇളയ മോളെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തുരുത്തിന് കൊടുക്കണം. മാലേന്തി പോണു മാല.